1975 ജൂൺ 25 രാത്രി ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിന് മറക്കാനാവാത്ത ഒരു ദിനമാണ്. കോൺഗ്രസ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം. രാജ്യത്തിന് കാവലാളാകേണ്ട എല്ലാ സ്ഥാപനങ്ങളും, മാധ്യമങ്ങളും, ജുഡീഷ്യറിയും, അതുപോലെ തന്നെ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ മുട്ടിൽ ഇഴഞ്ഞ ഒരു കാലഘട്ടം. അങ്ങനെ വളരെ ഭീതിതമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെ അന്ന് ഏതാണ്ട് 2 വർഷം കടന്നുപോയി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിൽ 3/2 ഭൂരിപക്ഷം കിട്ടിയ സമയം. ആ സമയത്ത് 1973 പ്രസിദ്ധമായിട്ടുള്ള കേശവാനന്ദ ഭാരതി കേസിൽ പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം വെട്ടിക്കുറച്ചുകൊണ്ട് വിധി വന്ന സമയത്ത് അത് ഇന്ദിരാഗാന്ധിയെ വളരെയധികം ക്ഷുഭിതയാക്കി. കാരണം ഇന്ദിരാഗാന്ധിയുടെ അധികാരങ്ങളെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു വിധിയായിരുന്നു അത്. അതിന് പകരം വീട്ടാൻ ആ വിധി എഴുതിയ 3 ജഡ്ജിമാരെ മറികടന്നുകൊണ്ട് ആ വിധിക്കെതിരെ ഡിസെൻഡിങ് ജഡ്ജ്മെന്റ് എഴുതിയ ഒരു ജഡ്ജിയെ ചീഫ് ജസ്റ്റിസ് ആക്കി. അതിൻ്റെ ഫലമായിട്ട് ഈ 3 ജഡ്ജിമാർ രാജിവെച്ച സംഭവം ഉണ്ടായി. ഇതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെ പ്രകോപിച്ച മറ്റൊരു സംഭവം 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിധി പ്രസ്താവിച്ചു. ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി അഴിമതി കാണിച്ചു എന്നുള്ള വിധി. അതുപ്രകാരം ഇന്ദിരാഗാന്ധിയെ എല്ലാ സ്ഥാനത്തു നിന്നും അയോഗ്യയായി കൽപ്പിച്ചുകൊണ്ട് അലഹബാദ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ച സമയത്ത് അതിനെ മറികടക്കാനായിട്ടാണ് പിന്നീട് ഏതാണ്ട് 2 ആഴ്ചക്കുള്ളിൽ അടിയന്തരാവസ്ഥ ജൂൺ 25 അർദ്ധരാത്രി, അതായത് ജൂൺ 26 അതിരാവിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അന്ന് രാജ്യത്തെ രാഷ്ട്രപതി ശ്രീ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഫക്രുദ്ദീൻ അലി അഹമ്മദിനൊരു കത്ത് ഇന്ദിരാഗാന്ധി അയച്ചു. അവർ പറഞ്ഞു, ഇന്ന് രാത്രി തന്നെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തണം. അന്നത്തെ ചട്ടമനുസരിച്ച് ക്യാബിനറ്റിന്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ പ്രഖ്യാപിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇന്ദിരാഗാന്ധി കത്തിലെഴുതി, ഞാൻ നാളെ രാവിലെ ക്യാബിനറ്റിന്റെ അപ്രൂവൽ വാങ്ങിച്ചു കൊള്ളാം, അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ അത് പ്രഖ്യാപിക്കണം. പിറ്റേ ദിവസം രാവിലെ ക്യാബിനറ്റ് വിളിച്ചുകൂട്ടി ഇന്ദിരാഗാന്ധിയുടെ സ്തുതിപാഠകരായിട്ടുള്ള ക്യാബിനറ്റിലെ അംഗങ്ങൾ അത് പൂർണ്ണമായും പിന്തുണ നൽകി. അങ്ങനെ അപ്രൂവൽ നൽകി. അന്നു മുതലാണ് കിച്ചൺ ക്യാബിനറ്റ് എന്നുള്ള ആ പേര് അത്തരത്തിലുള്ളൊരു ക്യാബിനറ്റിന് ലഭിച്ചത്. എന്ന് മാത്രമല്ല, പ്രൈം മിനിസ്റ്റർ ഓഫീസിന് പ്രൈം മിനിസ്റ്റർ ഹൗസ് എന്നുള്ള പേരും അതോടുകൂടി കിട്ടി. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നത് DK ബറുവ എന്നൊരു നേതാവായിരുന്നു. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഭാരതമെന്നാൽ ഇന്ദിരയാണ്, ഇന്ദിര എന്നാൽ ഭാരതമാണ്. അപ്പം ഈ നിലയിലേക്ക് ഭരണകക്ഷിയും സർക്കാരുമൊക്കെ അധപതിക്കുന്നൊരു കാലഘട്ടമായിരുന്നു അത്. രാജ്യം മുഴുവൻ സ്തുതിപാഠകന്മാരെ നിറഞ്ഞു. ഇന്ദിരാഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ട്, അടിയന്തരാവസ്ഥയെ പ്രശംസിച്ചുകൊണ്ട് എഴുതുക അന്നത്തെ പലരുടെയും സ്വഭാവമായി. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI അന്ന് ഇന്ദിരാഗാന്ധിക്കൊപ്പമായിരുന്നു. കേരളം ഭരിച്ചിരുന്നത് CPI നേതാവായിരുന്ന അച്യുത മേനോൻ. അന്ന് ആഭ്യന്തരമന്ത്രി കരുണാകരനും. അച്യുത മേനോനും കരുണാകരനും ഭരിച്ച കേരളത്തിലാണ് അന്ന് ആ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയ സമരനായകന്മാർക്കെതിരെ ഏറ്റവും ക്രൂരമായിട്ടുള്ള അതിക്രമങ്ങൾ അരങ്ങേറിയത്. അതുകൂടാതെ കർണാടക, മധ്യപ്രദേശ്, പഞ്ചാബ് പോലുള്ള ചില സംസ്ഥാനങ്ങളും ക്രൂരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അരങ്ങേറി. വാർത്തകളൊക്കെ തന്നെ സെൻസർ ചെയ്തു. പത്രം ഇറങ്ങുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് പത്രം ചെല്ലണം. അവർ വായിച്ചു നോക്കി ഓക്കെ ചെയ്താൽ മാത്രമേ പത്രങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂ. അങ്ങനെ വാർത്തകളുടെ തമസ്കരണം അതും അവിടെ നടന്നു. രാജ്യത്ത് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട പത്രാധിപര് മൽക്കാനിയാണ്, ഓർഗനൈസറിന്റെ അന്നത്തെ പത്രാധിപർ. അദ്ദേഹത്തെ അർദ്ധരാത്രിയിൽ കിടന്നുറങ്ങുന്ന ആ വൃദ്ധനായിട്ടുള്ള ആളെ വിളിച്ചുണർത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അത് അദ്ദേഹം വളരെ പ്രസിദ്ധമായിട്ടുള്ള മിഡ് നൈറ്റ് നോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥക്കെതിരെ എഴുതിയതിൻ്റെ പേരിൽ GD ഗോയങ്ക, ഇന്ത്യൻ എക്സ്പ്രസിന്റെ, അവർ BG വർഗീസ് പോലുള്ളവരെയും അവർക്കെതിരെയും നടപടികൾ സ്വീകരിച്ചു.
എന്നാൽ ഖുശ്വന്ത് സിംഗ് പോലുള്ള മുതിർന്ന പത്രപ്രവർത്തകർ ഇന്ദിരാഗാന്ധി മാത്രമല്ല സഞ്ജയ് ഗാന്ധിയും രാജ്യത്തെ ഏറ്റവും മഹാനായിട്ടുള്ള വ്യക്തിയാണെന്ന് നിരന്തരം പത്രങ്ങളിൽ എഴുതി. അങ്ങനെയാണ് LK അദ്വാനി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്യം പത്രപ്രവർത്തകരെ കുറിച്ച് പിന്നീട് പറഞ്ഞത്. കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിൽ ഇഴഞ്ഞവരാണ് രാജ്യത്തെ മാധ്യമങ്ങൾ എന്ന് മുഖ്യധാര. അതിന് വളരെയധികം എക്സെപ്ഷൻസ് അന്നുണ്ടായിരുന്നു. ഈ BG വർഗീസ്, ഗോയങ്ക, മൽക്കാരി പോലുള്ള പത്രങ്ങൾ. സംഘപരിവാറിൻ്റെ ഒരുപാട് പത്രങ്ങളാണ് ഏറ്റവും ആദ്യം നിരോധിക്കപ്പെട്ട പത്രങ്ങളും മാഗസിനുകളും. അതിൽ കേരളത്തിലെ കേസരി, ജന്മഭൂമി പോലുള്ള പത്രങ്ങളുണ്ട്. ഡൽഹിയിൽ ഓർഗനൈസർ, പാഞ്ചജന്യ പോലുള്ള പത്രങ്ങൾ നിരോധിച്ചു. അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും മദർലാൻഡ്, തരുൺ ഭാരത്, വിവേക്, വിക്രം, രാഷ്ട്രധർമ്മ, യുഗധർമ്മ ഇതുപോലുള്ള നമ്മുടെ സംഘവുമായിട്ട് ബന്ധപ്പെട്ട പത്രങ്ങളൊക്കെ തന്നെ നിരോധിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിൽ, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഭരണഘടനയെ വളരെയധികം വികൃതമാക്കി ഭേദഗതികളിലൂടെ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭേദഗതികളാണ് 38, 39 ഭേദഗതികൾ. 42ാം ഭേദഗതി വളരെ ബൃഹത്തായിട്ടുള്ളൊരു ഭേദഗതിയാണ്. അതിന് മിനി ഭരണഘടന എന്നാണ് ഭരണഘടനയെക്കുറിച്ച് പഠിക്കുന്നവർ വിശേഷിപ്പിച്ചത്. അതനുസരിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, സ്പീക്കർ പോലുള്ള ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികളെ ഒരു കോടതികൾക്കും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നതിൽ എഴുതി വെച്ചു. ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് പരിധിയില്ലാത്ത അവകാശവും അതിലൂടെ നൽകി. പിന്നീട് നിർഭാഗ്യവശാൽ അടിയന്തരാവസ്ഥയുടെ ഈ ഭീതിതമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സുപ്രീം കോടതി അന്നത്തെ അന്തരീക്ഷം മനസ്സിലാക്കി ഇതിനൊക്കെ ശരിവെക്കുകയാണ് ചെയ്തത്. അങ്ങനെ സമൂഹത്തിൻ്റെ ആളായി ഇരിക്കേണ്ടവരൊക്കെ തന്നെ അതിനെതിരെ പ്രവർത്തിച്ചൊരു കാലഘട്ടം ഉണ്ടായി. അതുപോലെ തന്നെ നിരവധി ആളുകൾ ജയിലിലയച്ചു. അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തിയ സംഘവുമായി ബന്ധപ്പെട്ട പരിവാർ സംഘടനകളിലൊക്കെ തന്നെ പ്രവർത്തകരെ ജയിലിലടച്ചു, ക്രൂരമായി മർദ്ദിച്ചു. കേവലം പ്രതിപക്ഷ നേതാക്കളെ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിൽ വിമതന്മാരായിരുന്ന ചന്ദ്രശേഖർ, രാംധൻ പോലുള്ള ആളുകളെ പോലും അവർ ജയിലിലടച്ചു. ഇങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യം പിൻവലിച്ചു, അഭിപ്രായ സ്വാതന്ത്ര്യം മരവിപ്പിച്ചു, മൗലികാവകാശങ്ങൾ, കോടതി വഴിയുള്ള പ്രശ്നപരിഹാരം ഇതെല്ലാം മരവിപ്പിക്കപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ തീർത്തും രാജ്യത്ത് ഇല്ലാതായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മുടെ ജനതയ്ക്ക് കടന്നു പോകേണ്ടി വന്നു. മാത്രമല്ല, നിരവധി സംസ്ഥാന സർക്കാരുകളെ, പ്രതിപക്ഷ പാർട്ടികൾ നയിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ അന്ന് ഒരു കാരണവുമില്ലാതെ പിരിച്ചുവിട്ടു. ഇതൊക്കെ കണ്ട് ജയിലിൽ കടന്നിരുന്ന ജയപ്രകാശ് നാരായണൻ എല്ലാ ആശയം അസ്തമിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഇവരൊക്കെ എല്ലാവരെയും ഒരുമിച്ച് എൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയില്ലല്ലോ എന്ന് അദ്ദേഹം അന്ന് എഴുതി. ഇതായിരുന്നു അന്നത്തെ സ്ഥിതി. കേരളത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു കക്കയം ക്യാമ്പിൽ, കോഴിക്കോടിനടുത്തുള്ള കക്കയം എന്ന സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ക്യാമ്പിൽ വെച്ചും ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് വിധേയനായി രാജൻ എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മരിച്ച സംഭവം. ആ രാജന്റെ പിതാവായിട്ടുള്ള ഇച്ചരവാര്യര് വളരെയധികം കാലം ഹേബിയസ് കോർപ്പസുമായിട്ട് ഹർജിയുമായി ഹൈക്കോടതിയിൽ കയറി ഇറങ്ങി നടന്നു, ഒരു പ്രയോജനവുമില്ലാതെ. അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം അന്നുണ്ടായി. അതുപോലെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ജോർജ് ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ നേതാവിനെ ചങ്ങലക്കിട്ടാണ് പരസ്യമായിട്ട് നടത്തിയത്. ആ ഫോട്ടോ ഇന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ യാതൊരു അന്വേഷണവും കൂടാതെ, ഒന്നുമില്ലാതെ നിർബന്ധമായിട്ട് പലരെയും പിരിച്ചുവിട്ടു. സർക്കാർ ജീവനക്കാരെ പലരും നിർബന്ധിച്ച് റിട്ടയർമെന്റ് ചെയ്യിപ്പിച്ചു. ഇതൊക്കെ സംഭവിച്ചു. ഏതാണ്ട് 530 പേജുള്ള ഷാ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഇതെല്ലാം വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. പിന്നീട് അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാർ ഈ ഷാ കമ്മീഷന്റെ എല്ലാ കോപ്പികളും എടുത്തു നശിപ്പിച്ചു. പക്ഷെ അതിലൊരു കോപ്പി മാത്രം കിട്ടി. തമിഴ്നാട്ടിലെ ഏറാ ചെഴിയാൻ എന്ന് പറഞ്ഞ നേതാവ് അദ്ദേഹം വീണ്ടും പബ്ലിഷ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഇന്നത് അത് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെ ജനാധിപത്യം അനാഥമായ ഒരു കാലഘട്ടത്തിലൂടെ രാജ്യം കടന്നുപോയി. ഇന്നിപ്പോൾ ബസ്സിന് കല്ലെറിയുന്നവരും പൊതു മുതൽ നശിപ്പിക്കുകയൊക്കെ ചെയ്ത് സമരം നടത്തുന്ന CPM പോലുള്ള പാർട്ടികളൊക്കെ അന്ന് നിശബ്ദരായി. അവർ വളരെ
നാമമാത്രമായിട്ടുള്ള ചില സമരങ്ങളിൽ പങ്കെടുത്തതിനു ശേഷം നിശബ്ദമായി നിൽക്കുകയും ഒരു പ്രതിരോധവും അടിയന്തരാവസ്ഥക്കെതിരെ ചെയ്യാതെ കേരളം പോലെ സംസ്ഥാനത്തിൽ പോലും അവർ കഴിഞ്ഞുകൂടി. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ ലോക ജനതയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യത്തിന്റെ കാവലാൾക്കാരായി സാമാന്യ ജനത ഉയരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം 77 നടത്തിയ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് സർക്കാർ പരാജയപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ 42ാം ഭേദഗതി അതുപോലുള്ള പല ഭേദഗതികളും അടിയന്തരാവസ്ഥയിൽ ചെയ്ത പല ചെയ്തികളെയും അത് റദ്ദാക്കിക്കൊണ്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ചത്. അങ്ങനെ 1977 മാർച്ച് 24 ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതോടുകൂടി അടിയന്തരാവസ്ഥ പിൻവലിച്ച് ആ ഭാരത ചരിത്രത്തിലെ ഏറ്റവും ഭീതിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം ബാക്കി വെച്ച് അത് അവസാനിച്ചു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. ആ ഒരു ചരിത്രം ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്.